പുന്നയൂർ പഞ്ചായത്ത് ആലാപാലം ആധുനിക വാതക ശ്മശാനവുമായി ബന്ധപ്പെട്ട് പഞ്ചായത്ത് പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ പഞ്ചായത്തിൽ സേവനം ചെയ്യുന്ന മരണാനന്തര സമിതി അംഗങ്ങളുടെ യോഗം ചേർന്നു. പ്രസിഡന്റ് റസ്ല റഹീമിന്റെ ചേംബറിൽ നടത്തിയ യോഗത്തിൽ ശ്മശാനവുമായി ബന്ധപ്പെട്ടിട്ടുണ്ടായ അനിഷ്ട സംഭവങ്ങളുടെ പേരിൽ നിലവിലെ പഞ്ചായത്ത് ഭരണസമിതി നടത്തിയ അന്വേഷണത്തിലെ വിവരങ്ങൾ മരണാനന്തര സഹായ സമിതികളുമായി പങ്കുവച്ചു. അന്വേഷണം അവസാനിക്കുന്ന മുറയ്ക്ക് ശ്മശാനത്തിലെ മെഷീനറികൾ കുറ്റമറ്റതാക്കി എത്രയും പെട്ടെന്ന് തുറന്നുകൊടുക്കുന്നതിനു വേണ്ട നടപടികൾ സ്വീകരിക്കുമെന്ന് സമിതി അംഗങ്ങൾക്ക് ഉറപ്പു നൽകി. ഫൈനൽ റിപ്പോർട്ട് കിട്ടിയാൽ ട്രയൽ റൺ നടത്തി പൊതുജനങ്ങൾക്കായി വിട്ടുകൊടുക്കും. പിന്നീടുള്ള പ്രവർത്തനങ്ങൾ സുഗമമായി നടത്തുന്നതിന് മരണാനന്തര സഹായ സമിതി അംഗങ്ങളടക്കമുള്ള ജനകീയ കമ്മിറ്റി രൂപീകരിച്ച് പ്രവർത്തനം ഏകോപിപ്പിക്കുമെന്നും ഭരണസമിതി പറഞ്ഞു. പൂർത്തീകരണ സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നതിനുള്ള നടപടികളും നിർമ്മാണാവശ്യങ്ങൾക്കായി എടുത്ത ഇലക്ട്രിസിറ്റി ലൈൻ മാറ്റിസ്ഥാപിക്കാനും നടപടികൾ ആരംഭിച്ചതായി പഞ്ചായത്ത് സെക്രട്ടറി പി ഹർഷാദ് യോഗത്തിൽ പറഞ്ഞു. ശ്മശാനം പൂട്ടിയിടാൻ കാരണമായ അനിഷ്ട സംഭവത്തിന്റെ ഗൗരവം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് IP രാജേന്ദ്രൻ, പഞ്ചായത്ത് അംഗം RP ബഷീർ എന്നിവർ വിശദീകരിച്ചു. എല്ലാവർക്കും എത്രയും വേഗം അത് തുറന്നു തരണം, എത്രയും പെട്ടെന്ന് അത് തുറന്നു തരണം എന്നാണ് നമ്മുടെ ആഗ്രഹം. പക്ഷെ ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളുണ്ട്. ഇന്ന് വരുന്ന ആൾക്കാർ എന്താ പറയുന്നത് നമുക്ക് നോക്കി അതിന്റെ റിപ്പോർട്ടും ഇവിടെ ഇതാക്കാം. ഇന്നിപ്പോ എന്റെ കയ്യിൽ കൂടി വിളിക്കാൻ നിങ്ങളെ വിളിക്കും. മാത്രമല്ല ഇപ്പൊ അന്നുണ്ടായ ആൾക്കാർ പരാതി ഇവിടെ പറഞ്ഞതാണ്. പുന്നയൂർ ഗ്രാമപഞ്ചായത്തിലെ ഗ്യാസ് വിട്ടുകൊണ്ടിട്ട് സംസ്കാര ചടങ്ങിനായി പിന്നീട് നടന്ന യന്ത്ര തകരാറുകൾ മൂലം ഉണ്ടായ ബുദ്ധിമുട്ടുകൾ വളരെയധികം വിഷമകരവും വൈകാരികവുമായി മാറിയതാണ്. 4 മണിക്കൂർ അധികം അദ്ദേഹം പകുതി കത്തിയ നിലയിൽ കിടക്കുകയുണ്ടായി. ഞങ്ങൾ കുടുംബങ്ങൾക്കുണ്ടായ ശാരീരിക മാനസിക പ്രയാസങ്ങൾ വളരെയധികം. പഞ്ചായത്ത് അംഗവും സേവന സമിതി കുഴിങ്ങര വട്ടമ്പാടം അംഗവുമായ V ബാബുമാഷ്, EA ഉണ്ണികൃഷ്ണൻ തുടങ്ങിയവരും വിവിധ മരണാനന്തര സഹായ സമിതി അംഗങ്ങളായ അപ്പുക്കുട്ടൻ പുല്ലാനി, KC സദാനന്ദൻ, ശ്രീനിവാസൻ തറയിൽ, T വിനയദാസ് തുടങ്ങിയവരും യോഗത്തിൽ പങ്കെടുത്തു.